ഓരോ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പകരം നമുക്കത് പല കാര്യങ്ങളിലൂടെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ദേഷ്യമായാലും സങ്കടം, ഡിപ്രഷൻ, ഗിൽറ്റ്, അല്ലെങ്കിൽ അസഹിഷ്ണുത, അസൂയ, കളിയാക്കലുകൾ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ഇമോഷൻസ് വന്നു പോകാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിനോട് നമ്മൾ അത് തുറന്ന് സംസാരിക്കുക, ഉള്ളിൽ കൊണ്ട് നടക്കാതെ തുറന്ന് സംസാരിക്കുക, നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ്, ഒരു പാട്ട് കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, കുക്കിംഗ് അല്ലെങ്കിൽ ഗാർഡൻ, ചെടി നനയ്ക്കുക, ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ദേഷ്യം പോലുള്ള ഇമോഷൻസ് വരുമ്പോൾ ഒരു 10 സെക്കൻഡ്സ് എങ്കിലും അധികം എടുത്തു ചാടി ഒന്ന് സംസാരിക്കുക, അതൊന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇനി വിഷമം, സങ്കടം അല്ലെങ്കിൽ വിഷാദം പോലുള്ള ഇമോഷൻസ് ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിനെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുക, ഒരു വാക്കിങ്ങിന് പോവുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി പല സമയത്തും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും പല വ്യക്തികളെ കാണുമ്പോഴായിരിക്കും നമ്മൾ വളരെയധികം ഇമോഷൻസ് നമുക്ക് തോന്നുന്നത്, നമ്മൾ മൂഡ് ഓഫ് ആകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എനർജി ഡൗൺ ആയി പോകുന്നത്. അപ്പോൾ ആ വ്യക്തികൾ ഏതാണ്, ആ സാഹചര്യങ്ങൾ ഏതാണ് എന്നുള്ളതൊന്ന് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, അതിൽ നിന്ന് നമുക്ക് മുൻപേ തന്നെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത്, ഇതുപോലുള്ള വരുന്ന ഇമോഷൻസ്, ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഇമോഷൻസ് എന്ന് പറയാം, അതായത് നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ആരോടും പറയാതെ കൊണ്ട് നടക്കും വിഷമങ്ങൾ, സങ്കടങ്ങൾ, നമ്മൾ വളരെയധികം നെർവസ് ആകുന്നത് എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം ഒരു ഇൻറ്റേർണൽ അല്ലാതെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, നമ്മളത് വളരെ ഭംഗിയായിട്ട് ദേഷ്യം, വിഷമം അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കാതിരിക്കുക, അത് നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ മൈൻഡിനും വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഇമോഷൻസ് ആയാലും മാക്സിമം നമ്മളതിൽ അകപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു 90 സെക്കൻഡ് മാത്രമേ നമ്മുടെ കൂടെ അത് നമ്മുടെ ശരീരത്തിൽ അത് ആക്റ്റീവായി നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.